മോളെ റെഡിയായി കഴിഞ്ഞു, മൊയിലാഞ്ചി വെച്ച് കഴിഞ്ഞു ഡാഡി, ഉണങ്ങി കഴിഞ്ഞു. മോൾ ഉറങ്ങിക്കോ, രാവിലെ എണിക്കണ്ടേ? ശരി ഡാഡി. രാവിലായി എണിച്ച മോളെ. എണിച്ചു ഡാഡി. എന്ത് പറ്റി ഡാഡി? ശരി ഓക്കെ മോളെ, റെഡി ആയിക്കോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം പറഞ്ഞു. ശരി ഡാഡി. നിങ്ങളെവിടെയാണോ? ഇല്ലടി മോളെ മോള് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. ശരി ഓക്കെ. സർ. ശരി ഓക്കെ. കൊറിയയിൽ മാരേജ് ഒന്നുണ്ട്. വെഡിങ് ആണ്. ഓക്കെ സർ. മോളെ പോയി റൂമിൽ പോയിക്കോ. ശരി ശരി ഓക്കെ. റൂമിൽ എടി. എന്താ മമ്മി? ബാദം പാലാണ് മോളെ, എടുത്തോണ്ട് പോയിക്കോ. പൂജ പറയാണ്. എടി ഹാപ്പി വെഡിങ് നൈറ്റ് എടി. പോടി. ഫാത്തിമ പറയാം. എടി അവൾ കളിയാക്കണ്ട, പാവ കൊച്ച്. എടി നീയും കളിയാക്കാം. ഇല്ലടി. പ്രിയ പറയാം. എടി അവൾ വിട്ടെടി, അവൾ പോട്ട് റോക്ക്. അവരെല്ലാം പോയി വാദം ഉണ്ടാക്കിയിട്ട് പോയി. ലോക്ക് ഇട്ടു. നിങ്ങൾ പറത്തിരുന്നോ? തിരിഞ്ഞു നോക്കൂ, ഷോക്കായി പോയി. എല്ലാവരും ബിസിയാണ്. ആറാം പുസ്തകം വായിച്ചുകൊണ്ടുണ്ട്. ബിസിയായി. ഫയൽ നോക്കിയുണ്ട്. അതെ, പുസ്തകം ഫയൽ നോക്കിയിട്ടുണ്ട് ആറാം. ചിന്നും അങ്ങനെ ലാപ്ടോപ്പ് നോക്കാണ്. ഇങ്ങനെ അവർ രണ്ടും കൂടി സംസാരിച്ചിട്ടുള്ളത്. ശുഖം ബാത്റൂമിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ബാത്റൂമിൽ വന്നു. ഡ്രസ്സ് ഇട്ടിട്ടില്ല. തിരിഞ്ഞു. ജങ്കു ഗെയിം കളിച്ചുകൊണ്ടുണ്ട്. ജിമ്മി ജേഹു അവർ വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. അത് ബാക്കി ജോലികൾ അവരുടെ കൂടെ ജോലി ചെയ്യാമെന്ന്. ജങ്കു നോക്കി. ബേബി എത്തിയോ? വാ. അവരെല്ലാം നോക്കി. നീ ഉറങ്ങിക്കോ, നമുക്കെല്ലാം ജോലിയുണ്ട്. ജങ്കു പറഞ്ഞു. നീ വിഷമിക്കേണ്ട, അങ്ങനെയല്ല, നമുക്കെല്ലാവർക്കും ഓരോ ജോലിയുണ്ടോ. അതുമാത്രമല്ല, സോറി, അത് കുറച്ച് നാൾ നിൽക്കാൻ പറ്റൂ. പിന്നെ എനിക്ക് കുറേയൊക്കെ പോയേ പറ്റൂ. അങ്ങനെ കുറച്ച് നാൾ ഇവിടെ താമസിച്ച് ബൈ ബേബി, ഞങ്ങൾ പോവാണ്. ശരി ഓക്കെ. അവർ കുടിയൊക്കെ പോയി. ഹലോ, എന്ത് പറ്റി? അവരെ പിടിച്ചു കഴിഞ്ഞു ബോസ്. ശരി. ഗേൾസിനെ അടിച്ച് ചോദിച്ചു. അവരെവിടെയാണുള്ളത്? സോറി സർ, അതൊന്നും എനിക്കറിയില്ല സർ. അവർക്ക് ത്രീ ഗേൾസ് മാത്രമേ. ആ 3 ഗേൾസിനോട് പിടിച്ച് ചോദിച്ചു. സർ എനിക്കും അറിയില്ല സർ. അങ്ങനെ ഡേവിഡാണ് ചെയ്തത്. നിങ്ങൾ ഡേവിഡ് ഗേൾഫ്രണ്ടാണോ? അതെ സർ. ഡേവിഡ്? അതെ, ഞാനല്ല ചെയ്തത്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? എനിക്ക് കുറേ, ഞാൻ ഫേമസ് ആണ്, നിങ്ങളെ മാതിരി ഫേമസ്. അങ്ങനെ അവൻ കിഡ്നാപ്പ് അതെല്ലാം ചെയ്തു. അങ്ങനെ ഷൂട്ട് ചെയ്തു. എന്തിനാ അവനെ കൊന്നുകളഞ്ഞ? പിന്നെ എന്തിനാ? ഇവൻ്റെ മേലെ കുറേ കേസ് ഉണ്ടല്ലോ. ഇങ്ങനെ ഇവനെ വിട്ടാൽ നമുക്ക് അവിടെ ഡേഞ്ചർ വരും. അതുകൊണ്ട് ഇവനെ കൊന്നുകളഞ്ഞതാണ്. ശരി ഇങ്ങനെ ചൊടി വന്ന പ്രശ്നമാവല്ലേ അതൊന്നുമില്ല. ഇവൻ്റെ ബോഡീന്. ശരി ബോസ്. ഹലോ, പോലീസ് ഫോണൊന്ന്. എന്ത്? പോലീസ് ഒന്ന് നോക്കൂ, ബോഡി എവിടെ ഉണ്ട്. ശരി ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ അവർ കുളിച്ച് ഫ്രഷായി. ഗ്രാൻഡ് ചോദിക്കും. നിങ്ങൾക്ക് ജോലി കഴിഞ്ഞോ? കഴിഞ്ഞു ഗ്രാൻഡ്. ശരി. നല്ല കാര്യം ചെയ്യുന്നവർ. ഗ്രാൻഡ്. നീ വൈഫിയോട് സംസാരിച്ചു? ഇല്ല ഗ്രാൻഡ്. സോറി ഗ്രാൻഡ്. പോയി സംസാരിക്കൂടാ. അല്ല വൈഫി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്താ വീട് സങ്കടം? ഒന്നുമില്ല. ശരി ഓക്കെ, നീ നന്നായിട്ട് ഉറങ്ങിക്കോ. ശരി. ഫുഡ് കഴിച്ചോ? ഇല്ല ആറാം. ശരി ഓക്കെ ഡി. ഫുഡ് കഴിച്ചോ, നന്നായിട്ട് ഉറങ്ങിയോളാം. ശരി ഓക്കെ. ഞങ്ങൾ വരാം, നീ വിഷമിക്കണ്ട. ശരി ഓക്കെ. അങ്ങനെ കൊണ്ട് അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. ബേബി. എന്ത് പറ്റി? ഒന്നുമില്ല ബേബി, നമ്മൾ ഇന്ത്യക്ക് വരാൻ പോകുന്നുണ്ട്. എന്താ ഇന്ത്യക്കോ? അത് ബേബി ഇപ്പോഴല്ല. നീ ഫസ്റ്റ് കൊറിയക്ക വരുന്നത്. ഞാൻ കൊറിയക്ക? അതെന്തിനാ ബേബി? ആക്ച്വലി നമ്മളെ മാരേജാണ്. അതെയാണല്ലോ, മാരേജാണല്ലോ. എനിക്ക് ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്.
നീ വേഗം കയറിയിട്ടില്ല വാ. എന്നാ അതെടി. ഇപ്പം നീ എല്ലാം ബുക്ക് ചെയ്ത് പാക്ക് ചെയ്തു നീ 3 മണി ഫ്ലൈറ്റിൽ കയറി. 3 മണിക്കാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. നീ 1 മണിക്ക് വന്നാൽ മതി. എന്ത് 3 മണിക്കാ? അതെടി 3 മണിക്കാണ്. നീ ഡയറിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് മോളെ. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. വരുന്ന ശരി ഓക്കെ വെക്ക്. എന്താ ഡാഡി? മോളെ എയർപോർട്ടിലെല്ലാം ഫ്ലൈറ്റെല്ലാം ബുക്കിംഗ് ആണ്. അതെ നമുക്ക് പിന്നെ പോകുന്നുണ്ട് 3 മണിക്ക്. മോളെല്ലാം പാക്ക് ചെയ്തു. ശരി ഡാഡി. അങ്ങനെ അവർ പാക്ക് ചെയ്തു. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു കൊറിയക്കെത്തി, സിയോൾക്കെത്തി. ഡാഡി എന്ത് മോളെ? വാട്ടർഫുൾ ബ്യൂട്ടിഫുൾ ഡാഡി. ജാസ്മിൻ്റെ നാടാണ്. അതെ ഡാഡി. വാ. ഇതെന്ത് ഡാഡി ഇത്ര? അതെ ആരോ സെലിബ്രിറ്റി വരുന്നതാ. എന്ത് ഡാഡി എല്ലാം നെയിം പറഞ്ഞു? എൻ്റെ ഹസ്ബൻഡ് ഒരു ആർമി ഗേളാണ്. ആർമിയാണോ ഡാഡി? എൻ്റെ ഹസ്ബൻഡാണോ അല്ലേ? അതുകൊണ്ട് ആർമി ഗേൾസാണ് അതിൽ. വൈഫ് മാസ്ക് ഇട്ട് വേഗം. ശരി ഡാഡി. വാ എന്ത് എത്ര ആൾക്കാരും? ശരി വൈഫി. എനിക്ക് ഡ്രസ്സെല്ലാം ഓൾറെഡി റെഡിയാണ്. രാവിലെയാണ് മാരേജ്, ഓർമ്മ ഉണ്ടല്ലേ? എന്ത് രാവിലെ തന്നെ മാരേജാ? ഇപ്പം നീ റെസ്റ്റ് എടുത്താൽ മതി. വാ എന്താ റൂം അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി. പാലസ്. ഇതെന്താ റൂം? ഇല്ല മോളെ, ഇത് റൂം ഫോട്ടോസ് കാട്ടിയതാ. ഒന്നുമില്ല. എന്ത് പറ്റി ചെയ്യൂ? ഒന്നുമില്ലടാ, ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഈ റൂമിലാണ് അവളുള്ളത്. ശരി ഓക്കെ. വീട് ഭയങ്കര പാലസാണ്. മോള് അകത്ത് പോയിക്കോ. ഡാഡി നിങ്ങൾ അകത്ത് പോയിക്കോ. ഞങ്ങൾ കുറച്ച് സംസാരിക്കുന്നുണ്ട്. ശരി ഓക്കെ. പാലസ് മതി. എന്ത് പറ്റി ജോഹു? നീ ഇങ്ങനെ പറയും? അതൊന്നുമില്ല, ഈ റൂമിൽ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഈ വീട് ഒരു പ്രശ്നമുണ്ട്. ജോഹു ആ റൂമിൽ എന്തായിരുന്നു പ്രശ്നമുണ്ടാ? ഒന്നുമില്ലടാ. നീ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു ജോഹു. ശരി, അപ്പോൾ പ്രോബ്ലം സോൾവ് ആണല്ലോ. അതെടാ. അതെ, അവൾക്ക് ഡോക്യുമെൻ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ കൊടുത്തോ? ഞാൻ കൊടുത്തയച്ചു. ശരി, ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ലല്ലേ? ഇല്ല ജോഹു. ശരി ഓക്കെ. എല്ലാവരും ഉറങ്ങിക്കോ. ആഴം നടന്നുടാ. ഹിക്കിങ് ഇല്ലടാ, അവൾ എന്നെ കടിച്ചതാ. എന്താ? അതെടാ, ഞാൻ അവളെ കിസ് ചെയ്യാൻ പോയി, അവൾ എന്നെ കടിച്ചതാ. ഒന്നും നടന്നിട്ടില്ലടാ. അപ്പം നൈറ്റ്? ഇല്ലടാ, ഞാൻ നൈറ്റ് പോയിരുന്നു. പിന്നെ രാവിലെ നൈറ്റ് അങ്കിൾ വന്നിരുന്നു. പിന്നെ ഞാൻ പോയിരുന്നു. പിന്നെ രാവിലെ നൈറ്റ് ഇവിടെ ഉറങ്ങിയിരുന്നു. ഉറങ്ങാൻ വന്നായിരുന്നു. ചുമ്മാ വെറുതെ ഉറങ്ങിയതാ. ഒന്നും നടന്നിട്ടില്ല. ഇല്ല അശുക, ഒന്നും നടന്നിട്ടില്ല. ശരി ഓക്കെ, നടക്കാതെ നല്ല കാര്യം. മാരേജ് അപ്പോൾ നടക്കാം. ശരി. അങ്ങനെ വെഡ്ഡിങ് നൈറ്റ് വന്നു. വെഡ്ഡിങ് 7 റിങ്കാണ്. അതെ, അങ്ങനെ മാരേജ് നടന്നു. വൈഫി എൻ്റെ പറ്റി? നീ റൂം പോയിക്കോ. ശരി ഓക്കെ. എല്ലാവരും ഓരോന്ന് പ്ലാൻ ചെയ്തു. ഓക്കെ നിങ്ങളെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞു? ശരി ഓക്കെ. എല്ലാവരും പോയി. ഓരോന്ന് പ്ലാനിലുണ്ട്. ഇപ്പോൾ ആ ഡോക്യുമെൻ്റ് നിറയെ എല്ലാവർക്കും കൊടുക്കേ പറ്റൂ. നമ്മളിപ്പോൾ കയ്യിലുണ്ട് പ്രശ്നമല്ല, എല്ലാവർക്കും കൊടുത്തേ പറ്റൂ. നീ ഇവിടെ ഇരുന്നു. ബാക്കിയുള്ള ജോലി അങ്ങനെ എല്ലാവരും ചെയ്യാം. 6 പേര് പോയി അവർ ജോലി ചെയ്യാൻ. ആരെല്ലാം അവൻ പിടിച്ചു വെച്ച് സ്വത്തും പണം അതെല്ലാം കൊടുക്കാൻ 6 പേര് പോയി. എന്ത് ചെയ്യാം? വൈഫി കുളിക്കാൻ പോയോ? ബാക്കി FF നോക്കാം. അങ്ങനെ ആഴം ബാക്കി FF നോക്കി. അബി ഓക്കെ. കുളിച്ച് പ്രശ്നം. വൈഫി ഇപ്പോൾ വന്നത്? ഇല്ലടി, ഞാൻ വന്ന അത്രയാണ്. നീ FF ഡിലീറ്റ് ചെയ്തിട്ടില്ല? ഇല്ല, ഡിലീറ്റ് ചെയ്യണോ? വേണ്ടടി, വെച്ചോ. ഞങ്ങൾ 7 പേരെ FF ഇട്ടുകൊണ്ടിരിക്കണം.
വേറെ ആരും എഫ് ഇടാൻ പാടില്ല. ഓക്കെ ആണല്ലേ? ശരി, നോക്കാം. നീ വേറെ ആരും എഫ് ഇട്ട? ഇല്ല, നിങ്ങൾക്ക് 7 പേർക്ക് മാത്രം ഇട്ട. എപ്പോൾ തുടങ്ങിയിട്ട്? ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ എഫ്. നിങ്ങളെപ്പോൾ ബാൻഡിന് കൂടെയാ? ഓക്കെ ബേബി. ശരി, എത്ര വർഷമായി? ഓ, അപ്പം ഇട്ടതാ. നോക്കാം എഫ്. ഓ ശരി ബേബി. ഇപ്പോൾ നമുക്ക് വെഡിങ് നൈറ്റാണ് ബേബി. അതൊന്നും വേണ്ടൊന്നും പറയാൻ പാടില്ല ബേബി. ആരം അടുത്ത് വന്ന് പിടിച്ച് കിസ്. വാ, നീ റെഡ് റോക്കിൽ ക്യൂട്ടായിട്ട് ഹോട്ടായി ബേബി. എന്താ പറഞ്ഞ? ശരി, ഓക്കെ. ആറാം പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. കണ്ണ്, നെക്ക്, അങ്ങനെ അപ്പർച്ചേഴ്സ് എല്ലാം കിസ് ചെയ്യാൻ. ആറാം ഡ്രസ്സിൽ കഴിച്ച് ബാഗ് ചിപ്പ് അയച്ച് ഡ്രസ്സ് ഇറങ്ങി. രണ്ടാളിനെ കിസ് താഴെ ഇന്നർ കളിക്കാൻ. ആടും നോ അങ്ങനെ എല്ലാം അയച്ചു കഴിഞ്ഞു. ഇപ്പം എല്ലാവരും അങ്ങനെ ആഴം റൊമാൻസ് നന്നായിട്ട് നടന്നു. ഇറങ്ങിയൊക്കെ പോയി കിസ് അടിച്ച്. ശരി, ഓക്കെ. ഒരു പുറത്ത് ഇറങ്ങിപ്പോയി. ഇറങ്ങി നൈറ്റായി പോയി. ശരി, വാദമുണ്ട്. ഡ്രസ്സ് കുളിച്ച് ബേബി. എണിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി. ആറും നീ കുളിച്ച് ഫ്രഷ് ആയിക്കോ. ശരി ആറും. ശരി, ഓക്കെ. ശരി, ഞാൻ ഡ്രസ്സ് ഇട്ടു. ഓക്കെ, ഇവിടെ ഇരുന്നോ, ഞാൻ പോരാ. എന്താ ജിൻ, എന്തിനാ വിളിച്ചത്? എല്ലാം കഴിഞ്ഞു ആഴം. ബാക്കി കാരണം ചെയ്യാനുള്ളത്. ശരി, ഓക്കെ. ടയർഡായി ആഴം. ശരി, ഓക്കെ. ബാക്കി അവരെല്ലാം എവിടെ? ആഴം. ശരി, അവിടേക്ക് ഞാൻ പോകുന്നില്ല. എവിടേക്കടാ? നിനക്ക് തഞ്ചോളി ഇല്ല ആഴം. അവിടേക്ക് ഞാൻ പോകില്ല. നീ പോയിട്ട് വാ. എനിക്ക് കുറച്ച് ടയർഡാണ്. അവിടേക്ക് കുറച്ച് ദൂരമാണ്. ബാക്കിയോടെല്ലാം അടുത്താണ് ജോലി ചെയ്യാൻ. ശരി, ഓക്കെ. ഞാൻ പോയിട്ട് വരാം. നീ ഇവിടെ നിന്നോ. ശരി ആഴം. വൈഫി. എന്ത് പറ്റി ജിൻ? ഒന്നുമില്ല. നീ എന്താ വീടല്ല സങ്കടമുള്ള? ഒന്നുമില്ല. മോം. ഇവിടെ ഞാൻ സ്കൂൾ ഡ്രോപ്പ് ചെയ്യട്ടാ? വേണ്ട മോനെ. മോം ഡാഡ് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നത്? ഇല്ലടാ, എനിക്ക് കുറച്ച് മാരേജ്. അതെ, എൻ്റെ ഫ്രണ്ടിൻ്റെ മോക്ക് മാരേജാണ്. എനിക്ക് പോയേ പറ്റൂ. നിങ്ങൾ വരണ്ടപ്പാ. നിങ്ങൾ ഐഡിയയിൽ ഫേമസ് ആണ്. നിങ്ങളവിടെ വന്ന പ്രശ്നം ആൾക്കാരെല്ലാം സെക്യൂരിറ്റി ഇല്ല. ചെറിയൊരു മാരേജ്, അതുകൊണ്ട്. ശരി, ഓക്കെ. നിങ്ങൾ വരണോ? എപ്പോൾ മാരേജ്? ഇനി കുറച്ച് ദിവസം. ഇപ്പോൾ കുറച്ച് അവിടെ തുടങ്ങിയിട്ട എല്ലാം ചടങ്ങ് അത് ഇതെല്ലാം കുറേ അവിടെ ഞാൻ പോയിട്ട് ഹെൽപ്പ് ചെയ്യണം. ശരി, ഓക്കെ. അങ്ങനെ അവർ പോകുന്നു. ശരി, ഓക്കെ. ആണോ? ഹലോ. എന്താ പറ്റി ആണോ? ഒന്നുമില്ലടാ, ഞാൻ ഫോണും മറന്നു പോയി. ശരി, ഓക്കെ. എടാ, ഇവർ പോകുന്നിവിടെ. അവർ ഫംഗ്ഷനൊക്കെ പോവാം. ഇപ്പം ഒന്നും വരില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് വരും പറഞ്ഞു. ശരി, ഓക്കെ. ആറും പോയി. നൈറ്റായി പോയി ബേബി. ജിൻ, എന്ത് പറ്റി ജിൻ? ഒന്ന് ഇങ്ങോട്ട് വാ. എന്തിനാ ജിൻ വിളിക്കുന്നത്? ജിൻ ഇല്ല ബേബി, നീ ആരുടെ കൂടെ നൈറ്റ് ചെയ്യോ? എൻ്റെ കൂടെ അത് എങ്ങനെ പറഞ്ഞു? അതും കാര്യം പറയൂ. ഇല്ല ബേബി, അത് സീക്രട്ട് ആരൊക്കെ ഇടാൻ പാടില്ല. എല്ലാവരും സീരിയസ് മനസ്സിലായി? നീ എല്ലാവർക്കും സീരിയസ്. ശരി. ജിൻ കിസ് ചെയ്യാൻ തുടങ്ങി. ശരി, ജിൻ കിസ് ചെയ്യാൻ തുടങ്ങി. രണ്ടാൾ റൊമാൻസ് ചെയ്യാൻ തുടങ്ങി. ജിൻ നന്നായിട്ട് കിസ് ചെയ്തു. രണ്ടാൾ നന്നായിട്ട് റൊമാൻസ് നടന്നു. ജിൻ ഉറങ്ങും. ബേബി, എന്ത് പറ്റി ജിൻ? വാ.
നൈറ്റായി ജിൻ. സോറി ബേബി, ഇത് നൈറ്റായി പോയോ? അതെ ജിൻ, നൈറ്റായി പോയി. ശരി ഓക്കെ, വാ എന്നെ കൊണ്ടുപോകാം. ബാത്റൂം കൊണ്ടുപോയി. ജിൻ ബ്രഷായി വന്നു. എന്നാ ഫുഡ് കഴിച്ചോ? ജിൻ ഫുഡ്, അതെ ഫുഡ് മമ്മി ഉണ്ടാക്കി വെച്ചായിരുന്നു. ഫുഡ് കഴിച്ചു. ശരി നമുക്ക് മൂവി ഒന്ന് നോക്കാം. ശരി നീ ഇവിടെ ഇരുന്നു. ഹലോ, എന്താ വെച്ചാലോ? ശരി ഞാൻ വരാം. ശരി ഓക്കെ. ഷുഗ ഇവിടെ? ഷുഗ ഇപ്പോൾ വീട്ടിലേക്ക് വന്നുകൊണ്ടുണ്ട്. ശരി ഓക്കെ. അതെ ഷുഗ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഷുഗ വന്നു. ഷുഗ എന്താ പറ്റിയ? ജിൻ അതേടാ, കുറച്ച് പാർട്ടിയുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് വരാം. ആൻറ്റി അങ്കിൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തും, ഞാൻ പുറത്ത് പോയിട്ട് വേഗം വരാം. ശരി, ഉള്ള ജോലി ശരി ഓക്കെ. അവർ ജിൻ പോയി. ഷുഗ വന്നു. എന്ത് പറ്റി പോയി? ഒന്നുമില്ല ഷുഗ. ശരി ഓക്കെ, അവർ പുറത്ത് പോയി. ശരി ഓക്കെ, നൈറ്റായി പോയി. എന്ത് നടക്കുന്നു ഇവിടെ? അതെ ഹലോ, എന്ത് പറ്റി? പാർട്ടി ഓക്കെ. ശരി ഓക്കെ. ശരി. എന്ത്? ആൻറ്റി അങ്കിൾ മാരേജ് കഴിഞ്ഞോ? അതെ മാരേജ് കഴിഞ്ഞോ? മാരേജ് എല്ലാം കഴിഞ്ഞു. അതെ, ഞങ്ങളിപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ കുറച്ച്, അതെ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ ഗസ്റ്റ് ഹൗസ് ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ളോ? അതെയാണോ? അതെ ഇപ്പോൾ ആൻറ്റി ഇവിടെ ഉള്ളത്. ശരി ഓക്കെ, അവിടേക്ക് അങ്ങ് വരാം. ശരി ഓക്കെ. കുറച്ചാൾ ഫാമിലി ഉള്ളതാണോ? പ്രോബ്ലം ഒന്നും ഇല്ലല്ലേ? ആണോ? ഇല്ല പ്രോബ്ലം ഒന്നുമില്ല ഷുഗ, പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ വാ. ശരി ഓക്കെ, ഞങ്ങൾ വരാം. ബേബി എന്താ? നമുക്ക് ഗസ്റ്റ് ഹൗസ് പോവാം. അവിടെ ഫാമിലി, അതല്ല കുറച്ച് പാർട്ടി ഉണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. മമ്മി പറഞ്ഞിട്ടില്ലേ? അതെ പറഞ്ഞിട്ടുണ്ട്. ശരി നമുക്ക് പോവാം. ശരി ഷുഗ, ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. ശരി ഷുഗ, പാക്ക് ചെയ്യാം. ശരി ബാ. അങ്ങനെ ഒരു പാട്ടിലെത്തി. ഹായ്, എത്തിയോ മോളെ? എത്തി മോം. നീ റൂമിൽ പോയിക്കോ. ശരി മോം. എന്ത് ഭംഗിയായിട്ടുണ്ട് ബീച്ച്. ശരി ഓക്കെ മോളെ, പാർട്ടി ഇവിടെയാണുള്ളത്. ശരി ഓക്കെ. പൂജ, നീ ഇവിടെ ഉണ്ടോടി? ഹായ്, എന്തടി വീട്ടിൽ തന്നെയുള്ളത്? എന്താ വിളിച്ചാൽ കൊണ്ട് കാണ്ടായോ? ഒന്നുമില്ലടി. എന്തോ നടന്നോ? ഇല്ലടി. ശരി ഓക്കെ, വിഷമിക്കണ്ട. ഹായ് പ്രിയ, നീ ഇവിടെ ഉണ്ടോ? അതെടി. ഫാത്തിമ ഇവിടെ? അവളിവിടെ വന്നിട്ടുണ്ട്. എന്താടി വിഷമത്തിൽ വരുന്ന? എടി മായ വന്നിനി. എന്ത് മായ? അവൾ വന്നിനാ? അതെടി, അവൾ ബുള്ളിങ് ചെയ്യാൻ വന്നു. എന്നെ ഇന്ന് പിടിച്ച് ബുള്ളിങ് ചെയ്തടി. ഇവളെ ടോർച്ചർ. എടി നിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? അതെ വന്നിനി. ശരിയായി പോയിടി. എന്ത് പറ്റി? നിനക്കറിയില്ലടി, ഓരോ പുരുഷനും വിട്ടില്ലടി. ഹാൻസം ഉണ്ടേ മതി, ഭംഗി ഉണ്ടേ മതി, അവരവന് സൈറ്റ് അടിക്കും. എന്തെല്ലാം ചെയ്യും? നിൻ്റെ ഹസ്ബൻഡ് നോക്കിക്കൊടി, വേഗം പോയിക്കോ. ഇല്ല നിൻ്റെ ഹസ്ബൻഡിന് നിൻ്റെ ഹസ്ബൻഡിക്ക് ടച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല വേറെ ആരും. നീ പോയിക്കോ. എടി ഷുഗ, എന്ത്? എവിടെയാണുള്ളത്? എടി അവസ്ഥ എടി ബീച്ച് സൈഡാ അങ്ങക്ക. എടി എങ്ങോട്ട് പറയും? അവയുള്ള സ്ഥലം എടി അങ്ങോട്ട് ഷുഗർ പോയിനടി. എടി ഷുഗറിനെ അറിയില്ല എനിക്ക്. കോൾ ടൈപ്പടി, അവനക്ക് ടച്ച് ചെയ്താൽ മതി, ഗാണ്ടാവടി. ശരി പോവാ. എന്ത് നടക്കുന്നു നോക്കാം. എടി ഏതാ പോകുന്നു എൻ്റെ ഹസ്ബൻഡ് അടുത്ത്? ശരി നമുക്ക് നോക്കാം എന്ത് നടക്കുന്നത്. ഹായ് ഹാൻസം. എടി ടച്ച് ചെയ്തോടി, ഗാണ്ടായി പോയി. ഷുഗർ അപ്പിനെ കണ്ണത്ത് ഒരടി വെച്ച്. എന്താ ഇവിടെ നടക്കുന്നത്? സോറി, എന്താ ഇവിടെ നടക്കുന്നത്? സോറി അങ്കിൾ, അത്
സോറി സാർ, ഇവള് കുറച്ച് ബാഡ് ടൈപ്പാണ്. ശരി. എന്താണ് എൻ്റെ മകൾ അടിച്ച? ഏട്ടാ, നിങ്ങളെ മകൾ എന്ത് ചെയ്തറിഞ്ഞ? ആ, എന്ത് ചെയ്തു? ആ കുട്ടീൻ്റെ ഹസ്ബൻഡ് ടച്ച് ചെയ്തതാണോ? ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾക്ക് വേഗം മാരേജ് ചെയ്തേ പറ്റൂ. ശരി, ഓക്കെ. സുഖ നോക്കി പോയി. എന്താണ് നടക്കുന്നത്? അയ്യോ, ഇവള് ദേഷ്യത്തിലുണ്ടല്ലോ. ബേബി ബേബി പൂജ, എന്തടി പറ്റി? അവ ടച്ച് ചെയ്ത് നോക്കി. ഓ ഷേ, ഇവൾക്ക് ദേഷ്യം വന്നല്ലോ. ശുഭ, നീ ഒന്ന് കണ്ടകാതിരുന്ന ഒക്കെ കണ്ടായി പോയി. ശരി, ഞാൻ സമാധാനമാക്കാം. വാടാ വാടാ ബേബി ബേബി. റൂമിൽ പോയല്ലോ, എന്താ ചെയ്യാ? ബേബി എവിടെ പോയി? ഇവളെവിടെ പോയി? ഇവിടെ റൂമിൽ പോയാ? ഡോർ പെട്ടെന്ന് അടിച്ച് ലോക്ക് ഇട്ടു. എടീ സോറടി, ഇങ്ങനെ ദേഷ്യപ്പെട്ടാവും. അവളുടെ ടച്ച് നീ മുണ്ടാതിരുന്നു. പിടിച്ച് ഷുഗറിനെ പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. ബേബി സ്റ്റോപ്പ്. എന്താ നിശ്ചയില്ല? ഒന്നുമില്ല, അവൻ ടച്ച് ചെയ്ത് കിസ് ചെയ്യാൻ പോകണില്ല. അപ്പോൾ അവൻ നിന്ന് കിസ് ചെയ്തു. സോറി. പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. രണ്ടാൾക്ക് നന്നായിട്ട് ടൈം പാസ്സായി. രാവിലായി. ഷുഗ, എന്താ പറ്റി? എനിക്ക് രാവിലായി. ശരി, ഓക്കെ. കുറച്ച് ഉറങ്ങാം. ശരി ഷുഗ, നീ ഇവിടെ ഉറങ്ങിക്കോ. ഞാൻ പോയി റൂമിൽ പോയി ഡ്രസ്സ് കൊണ്ടുവരാം. ശരിടി. ഞാൻ ഷുഗറിൻ്റെ റൂമിൽ പോയി ഡ്രസ്സ് ഷുഗറിൻ്റെത് എന്താ പറഞ്ഞ? ഷുഗറിന് ഡ്രസ്സ് കൊടുക്കും. ഷുഗ, ഇന്നർ ഡ്രസ്സ് എത്തടി? ഇന്നർ കൊടുത്തതാ? അതെ. ശരി, ഓക്കെ, ഞാൻ റെഡിയാണ്. നീ ജേഹുണ്ട് നമുക്ക് വയ്ക്കോ. ശരി, ഓക്കെ. ജേഹു അവിടെ കുളിച്ച് ഫ്രഷാണ്. തട്ടത്തിലാണെന്ന്. ജേഹു, എന്തടി ഇപ്പം എന്തിനു വന്നത്? പിന്നെ വാ, പുറത്ത് വയ്ക്കോ. ഇല്ല. ജേഹുവിനെ കുറിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. എന്തടി നീ ചെയ്യുന്നത്? ഇവിടെ തന്നെ വിട്. ശരി, ഓക്കെ. ഇവിടുന്ന് നോക്കില്ല, ഞാൻ അവിടെ കിസ് കിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ നടന്നു. ബേബി. ജേഹു, അതെ, എനിക്ക് പോനുണ്ട്. ശിവൻ്റെ കൂടെ പോകുന്നുണ്ട്. എന്താ, നീയും പോന്നോ? അതെ അതെ, ഞാനിവിടെ ഇന്ന് ശരിയാവില്ല. ശരി, ഞാൻ പോയിട്ട് വരാം ബേബി. ബായ്. നീ ഉറങ്ങിക്കോ, എനിക്ക് പോയി പറ്റൂ. ജേഹു, അത് ഇല്ലടി, എനിക്ക് പോയി പറ്റൂ. എനിക്ക് കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. ശരി, ഓക്കെ. എനിക്ക് ഒരിടത്ത് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും കൂടെ പോവാം. ശുഗ, എന്താ ജേഹു, നീ കൂടെ വരുന്നു? അതെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ശരി, ഓക്കെ. കുളിക്കാൻ പോയി. ഇവിടെ നിന്ന് ശരിയാവില്ല, ജിമ്മിൻ്റെ റൂമിൽ പോവാം. അങ്ങനെ ജിമ്മിൻ്റെ റൂമിൽ പോയി കുളിക്കാൻ പോയി. കുളിച്ചിട്ട് ഫ്രഷായിട്ട് വന്നു. കുളിക്കാൻ ജിമ്മിൻ കുളിച്ചിട്ട് ഫ്രഷായിട്ട് വന്നു. ഹലോ. എന്ത് പറ്റി? എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എവിടെയാണ് ജേഹു? അവളെവിടെ? അവൾ എൻ്റെ റൂമിൽ വന്നേനെ. ശരി, ഓക്കെ. ബേബി, എന്ത് പറ്റി? വാ, നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയി. ശരി, ഓക്കെ. അങ്ങനെ പുറത്ത് കുറച്ച് കറങ്ങി ബീച്ച് എല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞു. നൈറ്റ് ടൈം. എന്ത് പറ്റി ജിമ്മി? ഒന്നുമില്ലടി, ജോലിയുണ്ട്. ജിമ്മി, എന്താ? ശരി, ജിമ്മി കുളിക്കാൻ പോയി. എനിക്ക് കുളിച്ച് ഫ്രഷായി. ജിമ്മി കുളിക്കാൻ പോയി. കുളിച്ച് ഫ്രഷായി. ജിമ്മിന് പോയിട്ട് കിസ്. ജിമ്മി, എന്താടി നീ ചെയ്യുന്നത്? വിടടി, തട്ടെടുത്ത് മാത്രമേ വന്നായിരുന്നു. വിടടി, എന്താ ചെയ്യുന്നത്? അങ്ങനെ. ശരി, ഓക്കെ. ജിമ്മി കിസ് നടന്നു.
രാവിലെ ബേബി എന്ത് പറ്റി? ശരി ഓക്കെ, നീ ഉറങ്ങിക്കോ. കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ശരി ഓക്കെ. ഇത് ലഗേജ് എല്ലാം ഇവിടെ അവിടെ ഉണ്ട്. ശരി ഓക്കെ. ജിയോ ഹലോ. എന്താ പറ്റി ജിമ്മി? ഇല്ലടാ, ഞാൻ വരുന്നുണ്ടോ? ശരി ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ പ്ലാനും ഓർമ്മ ഉണ്ടല്ലേ? അതെ. ഹലോ വി, എവിടെയാണുള്ളത്? ജിമ്മി എന്താ പറ്റി? ഇതാ വൈഫിന് ഞാൻ റൂം കൊണ്ടുവരാൻ പറ്റുന്നത്. ശരി ഓക്കെ. പാക്കേജ് അല്ല, നീ കൊണ്ടുപോയിക്കോ. വാ. ശരി ഓക്കെ ഓക്കെ ജിമ്മി. അങ്ങനെ എല്ലാ സാധനങ്ങൾ എല്ലാം പാക്ക് ചെയ്തു. ഇവളൊന്നും ശരിയില്ല. ശരി ഓക്കെ. അങ്ങനെ കൊണ്ടുപോയി റൂമിലിരുത്തി. അവൾ ഉറങ്ങട്ടെ. ഓക്കെ വി, നന്നായിട്ട് നോക്കിക്കോ. അവൾ റെസ്റ്റ് എടുക്കട്ടെ. ശരി ഓക്കെ. ശരി. എന്താണ് ഇതെന്താ റൂം ചേഞ്ച്? വി, നീയോ? അതെ ജിമ്മി. അവനൊക്കെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. ശരി ഓക്കെ. വാ, നമ്മൾ ഫുഡ് കഴിച്ചോ. ശരി. എന്നാൽ വീണ്ടും കൂടെ ഇറങ്ങാൻ തുടങ്ങി. ശരി ഓക്കെ. ബേബി അതുകൊണ്ട് എന്താ? ഞാൻ പോവാണ്. അതെ, എനിക്ക് നൈറ്റ് ടൈം പോകണം. രാവിലെ പോകുന്നുണ്ട്. നാളെ എനിക്ക് പോകുന്നുണ്ട്. നീ നാളെ പോകണം? അതെടി. ശരി ഓക്കെ. വാ, ഉറങ്ങിക്കോ. അതെ, ഞാൻ ഒരു ചോദ്യം കേൾക്കട്ടെ? എന്ത് പറ്റി ബി? നീ എനിക്ക് FF എഴുതിനെനിക്ക് അറിഞ്ഞു. നീ എനിക്കറിയോ? അതെടി. അതെ, ഒരു ചോദ്യം കേട്ടോ? എന്താ ബി? എനിക്ക് നീ മാഫിയ കിട്ടുമല്ലോ. അത് മാഫിയ മൊത്തം പ്രൊഫസർ ഹബി, പിന്നെന്താ എനിക്കുള്ളത്? നിറയെ നെയ്മട്ടോ. ഐഡിയ. ശരി ഓക്കെ. സ്റ്റോപ്പ്. സീനിയർ എന്താ നിയമമില്ല എത്തിച്ചല്ലോ. അതെ. ശരി ബേബി. ശരി ഓക്കെ. അങ്ങനെ അവൾ വാ ഫുഡ് കഴിക്കും. ശരി ഓക്കെ. ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. ശരി ഓക്കെ. ബൈ ബേബി, ടേക്ക് കെയർ. ചെങ്കൽ കൂടെ വന്നാൽ മതി. ശരി ഓക്കെ. ചെങ്കു എന്നിട്ട് നമുക്ക് പോവാം. ശരി ഓക്കെ. ഇവിടെ ബീച്ച് എൻജോയ് ചെയ്തു. ദിവസമുണ്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞ് വായി. ശരി ഓക്കെ. പോയി ചെങ്കു. ശരി, വിഷമിക്കണ്ട നീ. ആ പെൺകുട്ടി വന്നു ചെയ്യാം. ചെങ്കു ഈ പെണ്ണിങ്ങനെ വിഷമിക്കണ്ട. അതെന്തിനാ അവർ എന്തിനാ പോയത്? അതെ, ആ പെൺകുട്ടി ബോയ് ഫ്രണ്ട് ഉണ്ടല്ലേ, അത് കണ്ടുപിടിക്കാൻ പോയത്. അവനെ ടോർച്ച് ചെയ്യാൻ എനിക്കറിഞ്ഞു. അത് വിട്ട് എപ്പോഴും വീണ്ടും ടോർച്ച് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ എന്താ ചെയ്യാം? ശരി ചെങ്കു. ശരി. ആ പെൺകുട്ടി ബോയ് ഫ്രണ്ട് വന്നു. അതെ, വാളൊക്കെ നല്ല ഉണ്ടാക്കാൻ തുടങ്ങി. എൻ്റെ ഗേൾ ഫ്രണ്ട് എന്താ? അങ്ങനെ ഓരൊക്കെ ഉണ്ടാക്കി അവർ തല ഉണ്ടാക്കിയിട്ട് പോയി. ആ പെണ്ണുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇവർക്ക് എങ്ങനെ അറിഞ്ഞു? എല്ലാം ബ്രേക്കപ്പ് ആയി. കഷ്ടമായിപ്പോയി. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, അങ്കിൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ മകൾ ഒന്ന് ഇവളെ മാരേജ് ശരിയാച്ചാൽ മതി. ശരി ഓക്കെ. ഇവളെ മാരേജ് ചെയ്യാം.